വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതാ 2 ദിവസത്തെ വെയിലിന് ശേഷം ഇവിടെ വീണ്ടും മഴ സ്റ്റാർട്ടായിട്ടുണ്ട്. നല്ല മഴയാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെ മഴയുണ്ടോ? അപ്പം ഇന്നത്തെ വീഡിയോ എൻ്റെ നാത്തൂൻ്റെ വളക്കാപ്പ് വിശേഷങ്ങളാണ്. എൻ്റെ നാത്തൂൻ്റെ സ്വദേശം ആന്ധ്രാപ്രദേശാണ്. അപ്പം അവിടുത്തെ രീതിയിലുള്ള ഒരു വളക്കാപ്പ് ഫംഗ്ഷനാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ എല്ലാ ചടങ്ങുകളൊന്നും ചെയ്തിട്ടില്ല, എന്നാലും കുറച്ച് ചടങ്ങുകളൊക്കെ ചെയ്തുകൊണ്ടുള്ള ഒരു ഫംഗ്ഷനായിരുന്നേ. അപ്പോൾ ഇതാ ചേച്ചിക്ക് കാര്യങ്ങളൊക്കെ അവളും അവളുടെ അമ്മയും കൂടെ പറഞ്ഞു കൊടുത്തിട്ട് ചേച്ചി ചെയ്യാണ് കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ ജസ്റ്റ് നമ്മൾ മഞ്ഞൾ തേക്കുന്നു, സ്വീറ്റ്സ് കൊടുക്കുന്നു, വള ഇട്ട് കൊടുക്കുന്നു, അത്രയേ ഉള്ളല്ലോ. പക്ഷെ അതിൻ്റെ അവിടെ അവരുടെ നാട്ടിലേക്ക് ഒരുപാട് ചടങ്ങുകളുണ്ട് അതിന്. അപ്പം മൂത്ത ചേച്ചിയാണ് ആദ്യം കാര്യങ്ങളൊക്കെ ചെയ്യുക. രണ്ടാളെയും ചന്ദനമൊക്കെ തൊടിയിച്ചു. അതിനുശേഷം അവൾക്ക് മുല്ലയൊക്കെ വെച്ച് കൊടുക്കണേ. അവർ ആദ്യം നന്നായിട്ട് ഒരുങ്ങിയിട്ട് തന്നെയാണ് വന്നിരിക്കുക. സാരിയും മുല്ലയും ഒക്കെ വെച്ച് നന്നായിട്ട് ഒരുങ്ങിയിട്ട് തന്നെയാണ് വന്നിരിക്കുക. എന്നാലും നമ്മൾ ഈ ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് മുല്ല വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം അവരൊരു താലത്തിൽ അവളുടെ അച്ഛനും അമ്മയും കൂടെ നമുക്ക് സാരിയും അതുപോലെ കുപ്പിവളകളും പിന്നെ ഫ്രൂട്ട്സും സ്വീറ്റ്സും ഒക്കെ തരുന്നുണ്ട്. അത് ഞാനും ചേച്ചിയും പിന്നെ എൻ്റെ അമ്മേൻ്റെ അനിയത്തിയും കൂടെ ചേർന്നിട്ട് അവൾക്ക് കൊടുക്കുകയാണ് കേട്ടോ. ഞങ്ങൾ 3 കൂടെ ചേർന്നിട്ടാണ് അവൾക്ക് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ കൊടുത്ത സാരി ഉടുത്ത് വരണം കേട്ടോ. അവൾ ഈ വളകളും സാരിയൊക്കെ അണിഞ്ഞ് വരണം. അതിന് ശേഷമാണ് പിന്നെ വളക്കാപ്പിൻ്റേതായിട്ടുള്ള വേറെ ചടങ്ങുകൾ വരിക. അപ്പോൾ അത് അവൾ ആ ഒരു ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അതുപോലെ നമ്മളിവിടെ വളക്കാപ്പിന് സ്വീറ്റ്സ് വെക്കുമല്ലോ, അവിടങ്ങളിലേക്ക് അധികം വെക്കുക അവരെ നാട്ടിലുണ്ടാക്കിയിട്ടുള്ള സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവളുടെ അമ്മ വരുന്ന സമയത്ത് ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടാക്കി വന്നിട്ടുണ്ടായിരുന്നേ. നമ്മുടെ ഇവിടെ നെയ്യപ്പം ഉണ്ണിയപ്പം ഒക്കെയാണല്ലോ ഒരു ഫംഗ്ഷന് ആയിട്ട് മെയിനായിട്ട് ഉണ്ടാക്കുക. അതുപോലെ അവരുടെ നാട്ടിൽ വരുന്ന ഒരുപാട് പലഹാരങ്ങളുടെ അവളുടെ അമ്മ വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതാ ഞങ്ങൾ കൊടുത്തിട്ടുള്ള സാരിയൊക്കെ അവൾ ഉടുത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നെ അവളുടെ അമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇതാ കാലിൽ ഇങ്ങനെ മഞ്ഞൾ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ശരിക്കും അവിടെ വന്നിട്ടുള്ള എല്ലാവരുടെ കാലിലും ചെയ്യണം പോലും. അവളുടെ അമ്മ ഇങ്ങനെ മഞ്ഞൾ തേച്ച് കൊടുക്കുന്നതാണ് പറയുന്നത്. പക്ഷേ നമ്മളത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ആ ഒരു കാര്യം സ്കിപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ അത് അവളുടെ കാലിൽ അവളുടെ അമ്മ അതാ ഫുള്ളായിട്ട് മഞ്ഞൾ തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അവളുടെ അമ്മ അതാ വളയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അവളുടെ അമ്മയും അച്ഛനാണിത്. അതിനുശേഷം അവർ സ്വീറ്റ്സൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ നമ്മുടെ ഇവിടെ ഉള്ളതുപോലെ തന്നെ ഓരോരുത്തർ വന്നിട്ട് സ്വീറ്റ്സ് കൊടുക്കണേ. പിന്നെ നമ്മുടെ ഇവിടെ ഇല്ലാത്തൊരു കാര്യമാണ് വരുന്നവർ സ്വീറ്റ്സ് കൊടുത്തതിന് ശേഷം അനുഗ്രഹിക്കുക. ഇവരെ ഇതിൽ അതുണ്ട്. ഈ അരി മഞ്ഞളിൽ കുഴച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ അരി കൊണ്ടാണ് തലയിൽ വെച്ച് അനുഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ആദ്യം അവളുടെ അച്ഛനും അമ്മയൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ആ പ്രോഗ്രാമിൽ വന്നിട്ടുള്ള എല്ലാവരും ഇതേപോലെ തന്നെ അവളെ സ്വീറ്റ്സും അതുപോലെ കുപ്പിവളകളൊക്കെ അണിയിച്ച് ചന്ദനം ഒക്കെ കവിളിൽ തേച്ചതിന് ശേഷം ഈ അരി വെച്ച് അനുഗ്രഹിക്കും കൂടെ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫംഗ്ഷൻ്റെ 1-2 വീഡിയോസ് ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പം പലരും എന്നോട് പേഴ്സണലി ചോദിച്ചിട്ടുണ്ടായിരുന്നു, നാത്തൂനിപ്പം എത്രാം മാസമായി, അതുപോലെ കർക്കിടകത്തിൽ ഇങ്ങനെ വളക്കാപ്പ് ഫംഗ്ഷൻ നടത്തി കൂട്ടിക്കൊണ്ടു പോകുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. നാത്തൂനിപ്പം 5-ാം മാസമായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടേക്കാണ് ഇങ്ങനെ കർക്കിടക മാസത്തിൽ കല്യാണം, കൂട്ടിക്കൊണ്ടുപോകൽ, വീട്ടുകൂടൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാത്തത്. പക്ഷേ അവരുടെ നാട്ടിലേക്ക് ഈ ഒരു സമയം ഏറ്റവും നല്ല സമയമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ആ ഒരു എല്ലാവരും അനുഗ്രഹം കൊടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെറിയൊരു കേക്ക് കട്ടിങ്ങും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മളെല്ലാവരും കൂടെ ആരതി ഒഴിയുകയാണേ. അതായത് ഞാൻ, ചേച്ചി, അവളുടെ അമ്മ, പിന്നെ അവൻ്റെ അമ്മ, ഞങ്ങളുടെ മാമി, ഞങ്ങളെല്ലാവരും കൂടെ ആരതി ഒഴിഞ്ഞിട്ട് അത് വെളിയിൽ കൊണ്ട് കളയുക, അങ്ങനെയായിരുന്നു കേട്ടോ. ലാസ്റ്റ് അതോടുകൂടിയാണ് വളക്കാപ്പ് ഫംഗ്ഷൻ അവസാനിക്കുന്നത് കേട്ടോ. അപ്പം അവരെ വീട്ടിലെ എല്ലാ ചടങ്ങുകളൊന്നും ചെയ്തിട്ടില്ല, എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടായിരുന്നു വളക്കാപ്പ് ഫംഗ്ഷൻസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ആന്ധ്ര സ്റ്റൈലിലുള്ള വളക്കാപ്പ് ഫംഗ്ഷൻ്റെ വിശേഷങ്ങൾ കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.